ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ഡ്രൈ മസാല കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കറിയൊന്നും ഇല്ലാത്തപ്പോൾ, വേറെ കറികളൊന്നുമില്ല, ചിക്കനില്ല, മീനില്ലാത്തപ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൂപ്പർ കറിയാണ്. നല്ല ടേസ്റ്റാണ്. നമുക്ക് മീനും ചിക്കനും ഒന്നും ഇല്ല എന്നുള്ള തോന്നലുണ്ടാകത്തില്ല കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു കറിയാണ്. അപ്പോൾ നമുക്കിവിടെ ഞാൻ ഓൾറെഡി ആവശ്യമായ സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു സവാള കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്, വലുതായതുകൊണ്ടാണ്. ചെറുതാണെങ്കിൽ 2 എടുക്കാം. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2-3 വെളുത്തുള്ളി, പിന്നെ ഒരു 2 ഗ്രീൻ ചില്ലി, പിന്നെ ഒരു തക്കാളി, പിന്നെ 4-5 എടുത്തിട്ടുള്ളത്. 4 മുട്ട പുഴുങ്ങിയത് 2ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോവുകയാണ്. പാൻ വെച്ചു, എണ്ണ ഒഴിച്ചു, നമ്മൾ കടുക് പൊട്ടിക്കുവാണ്. ഞാൻ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ചെറിയ ഉള്ളിയൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാനിവിടുത്തെ സാധാരണ ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയിൽ നിന്ന് തന്നെ കുറച്ചിട്ടേക്കുന്നത് കേട്ടോ. ആ എണ്ണ ചൂടായൊന്ന് കറക്റ്റായിട്ടൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സവാളയിൽ നിന്ന് ഇച്ചിരി എടുത്ത് 2-3 കഷ്ണം എടുത്ത് അതിനകത്തേക്ക് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഇങ്ങനെ കടുകൊക്കെ ഇട്ട് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 3-4 വറ്റൽ മുളക് ഉണ്ടായിരുന്നു, അപ്പോൾ അതിട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും ഇടാം. കറിവേപ്പില ഇടാം കേട്ടോ, പക്ഷേ എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ല. ലാസ്റ്റ് മാഗ്നേറ്റ് ചെയ്യാൻ കുറച്ച് ഇതുകൂടെ ചേർക്കാം. മാരിനേറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർക്കാം. എനിക്ക് തൽക്കാലം ഇപ്പോൾ അതും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ബാക്കിയുള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുന്ന, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു തട്ടുകുളുപ്പം കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകൊക്കെ മാറി സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത സവാള നമ്മൾ ഇട്ട് കൊടുക്കാം. സവാളയിൽ നിന്ന് കുറച്ച് നേരം നമുക്ക് ഇളക്കി എണ്ണയിലൊക്കെ ഒന്ന് ഫുള്ള് ആക്കി നന്നായിട്ട് ഇളക്കി നമുക്ക് കുറച്ച് നേരം വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആവശ്യത്തിന് വഴണ്ട് കിട്ടും. അത് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടുന്നതായിരിക്കും. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഇതൊക്കെ. ഞാൻ എന്നാലും വെറുതെ ഒന്ന് കൂട്ടിച്ചേർക്കുക കേട്ടോ. ഞാൻ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഹെൽപ്പ് ആവുമല്ലോ എന്ന് കരുതിയിട്ടാണ്. അയ്യോ, നിങ്ങൾ ആലോചിക്കേണ്ട കേട്ടോ, ഞാൻ ഉപ്പിടാൻ മറന്നു പോയതാണ്. അപ്പോഴേ നമ്മളിനിയും തുറന്നൊന്നുകൂടെ ഇളക്കി ഇച്ചിരി ഉപ്പിട്ട് നമ്മളൊന്നുകൂടെ അടച്ച് വെച്ച് വേവിക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഉപ്പിട്ടിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ വെച്ച് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്ക് വേവിക്കാം. ഒന്ന് വഴണ്ട് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വളരെ ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. നമുക്കിനി അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇവിടെ ആയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ആയി. നമുക്ക് തുറന്ന് നോക്കാം. നമ്മളിട്ട സവോളയൊക്കെ വഴണ്ട് ചെറിയതായിട്ട് ബ്രൗൺ കളറായി മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റായിട്ട് ഇങ്ങനെ കറി വെക്കുവാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കാൻ. ഇത് കറിയൊന്നും ഇല്ലാത്തപ്പോൾ പെട്ടെന്ന് വെക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്കിതിനകത്തേക്ക് കുറച്ച് മസാല ചേർക്കണം. അതിന് ഞാൻ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഞാൻ അടുത്ത് മുളക് പൊടി ചേർക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ പിരിയൻ മുളകില്ലാത്തതുകൊണ്ട് ഞാൻ സാധാ മുളകാണ് ചേർക്കുന്നത്. നല്ല എരിവുള്ള മുളകായതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്കത് 1 ടീസ്പൂൺ ആക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്. പിന്നെ കുറച്ച് നമുക്ക് ഗരം മസാല കൂടെ ചേർക്കാം. അതും 1/2 ടീസ്പൂൺ. നമ്മൾ ഡ്രൈ കറിയാണ് വെക്കുന്നതുകൊണ്ട്, ഡ്രൈ കറി ആയതുകൊണ്ട് ഒത്തിരി മസാല ഇടാതെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഡ്രൈ മസാലക്കറിയാണ്. നമുക്ക് കുറച്ച് എല്ലാ അളവിലും കുറച്ചേ ചേർക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ഡ്രൈ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി ചേർക്കുവാണെങ്കിൽ ഭയങ്കര മസാലയുടെ കുത്തലുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഇടുമ്പോൾ എപ്പോഴും ക്വാണ്ടിറ്റി കുറച്ച് ഇടാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം.
മസാലയുടെ പച്ച മണമൊക്കെ ഒന്ന് പോയി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴേക്കും നമ്മളതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ച ഒരു തക്കാളി നമുക്ക് ഇട്ട് കൊടുക്കാം. അതും നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഒരു 2 മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുത്തിട്ട് വേണം അത് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിക്കേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്നുകൂടെ വേവിക്കാം കേട്ടോ. 2 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് തുറന്ന് നോക്കാം. അപ്പോഴേക്കും തക്കാളിയൊക്കെ വെന്ത് നമ്മുടെ ഉള്ളിയോടുകൂടി ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ 3 മിനിറ്റ് ആയിട്ടോ, 2-3 മിനിറ്റായി. നമ്മളതിന് തുറന്ന് നോക്കുക. നല്ല ഉള്ളിയും തക്കാളിയൊക്കെ വെന്ത് നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. മസാലയൊക്കെ പിടിച്ച് നല്ലൊരു ഗ്രേവി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മളിതിനകത്തേക്ക് ഇനി മുട്ട ചേർക്കുവാണ്. മുട്ടയും കൂടെ ചേർത്ത് ഇളക്കണം. മുട്ടയിലേക്ക് ആ മസാലയും ഉപ്പും ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ടാണ്. ഈ ടൈമിൽ നമ്മൾ കുറച്ച് മല്ലിയില കൂടെ ചേർക്കുവാണെങ്കിൽ കറിക്ക് ഭയങ്കര ടേസ്റ്റും ഒരു മണമൊക്കെ വരും. ഇപ്പോൾ തന്നെ നല്ല മണമാണ് ഇവിടെ. സൂപ്പറാന്ന് പറഞ്ഞ കറി നല്ല ടേസ്റ്റാണ്. ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും താങ്ക് യു ഓൾ. ബൈ.